ലെറ്റ് 2025 റിസൾട്ട് കഴിഞ്ഞ ദിവസം വരികയുണ്ടായി. അപ്പോൾ എല്ലാവരും ആ റാങ്ക് ലിസ്റ്റൊക്കെ വന്നു. ആ ലിസ്റ്റിൽ പെട്ട ആൾക്കാരെല്ലാം ഇനി അങ്ങോട്ടേക്ക് നമുക്കിനി പുതിയ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള സ്റ്റെപ്പായിട്ട് വരുന്നത്. അപ്പോൾ LBSന്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ പ്രകാരം അതിനൊരു ഷെഡ്യൂൾ, ടെൻഡേറ്റീവ് ആയിട്ടുള്ള ഷെഡ്യൂൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. 19-ാം തീയതി മുതൽ 24-ാം തീയതി വരെയാണ് നമ്മൾ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈം തന്നിട്ടുള്ളത്. അത് വൈകുന്നേരം 24/6/2020 വൈകുന്നേരം 6 മണി വരെ നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാനുള്ള സമയം അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ട്രയൽ ആയിട്ടുള്ള അലോട്ട്മെന്റ് വരുന്നുണ്ടാവുക 24/6/2021 തന്നെ രാത്രി 9 മണി അന്ന് ടൈം ഷെഡ്യൂൾ അവിടെ തന്നിട്ടുണ്ട്. നമുക്കറിയാം LBSന്റെ എല്ലാ പ്രോസസ്സും വളരെ സ്പീഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം നമുക്കറിയാം ഓൾറെഡി ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ തുടങ്ങാൻ വേണ്ടി പോകുന്നത് കൊണ്ട് തന്നെ S3 ക്ലാസ്സുകൾ തുടങ്ങാൻ വേണ്ടി പോകുന്നതുകൊണ്ട് തന്നെ അപ്പോൾ അത്രയും സ്പീഡായിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് അതിനുള്ള സമയം നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാം കാര്യങ്ങളും ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമുക്ക് ഇതിന്റെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ചെയ്തതിന് ശേഷം അതിനെ റീ അറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നത് നോക്കി. അതേപോലെ 25/6/2025 1 മണി വരെ ആയിരിക്കും ഈ ഒരു സമയം ഉണ്ടാവുക. അതോടൊപ്പം തന്നെ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിക്കേഷൻ വരുന്നുണ്ടാവുക ഏകദേശം 25/6/2025 വൈകുന്നേരം 6 മണിക്കാണെന്ന് ഓൾറെഡി നമുക്ക് ഷെഡ്യൂളിൽ ടെൻഡേറ്റീവ് ആയിട്ടുള്ള ഷെഡ്യൂൾ പറയുന്നുണ്ട്. പിന്നെ അതിന് നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് നമുക്ക് അഡ്മിഷൻ കിട്ടി. ആ കിട്ടിയിട്ടുള്ള കോളേജ് നമ്മൾ ഫീ അടച്ചതിന് ശേഷം നമുക്കിനി അത് ടെമ്പററി അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നു. നമ്മൾ ഉദ്ദേശിച്ച കോളേജ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ടെമ്പററി അഡ്മിഷൻ എടുത്തുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് 27/6/2025 വരെ നമുക്ക് ഫീ അടയ്ക്കാനുള്ളതും അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് നമ്മൾ ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് വീണ്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് ആ ഒരു ടൈം തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നെക്സ്റ്റ് നോക്കി ആ ഒരു സമയം തന്നു നമുക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നുണ്ടാവുക 28/6/2025 രാവിലെ 11 മണി സമയം തന്നിട്ടുണ്ട്. അതിന്റെ ഫീ അടയ്ക്കാനുള്ള സമയം till 30/6/2025 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് 30/6/2025 മുതൽ 2/7/2025 വരെയാണ് നമുക്ക് ഈ ഒരു സമയം ഉണ്ടാവുക. അപ്പോൾ ഈ കൃത്യമായിട്ടുള്ള ടൈം ഷെഡ്യൂൾ പ്രകാരം തന്നെ ആയിരിക്കും നമ്മുടെ എല്ലാ പ്രോസസ്സും നടക്കുന്നുണ്ടാവുക. ഓൾറെഡി നമ്മൾ LBS സൈറ്റിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ആ രീതിയിൽ തന്നെയാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഡേറ്റിന് ഒരു ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നമ്മൾ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ള കുട്ടികൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ നമുക്ക് ഏത് കോളേജാണ് വേണ്ടത് അല്ലെങ്കിൽ ഏത് ബ്രാഞ്ചാണ് വേണ്ടത് എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. കാര്യം നമുക്കിനി കോളേജിന്റെ അല്ലെങ്കിൽ നമുക്ക് ഏത് കോളേജാണ് സെലക്ട് ചെയ്യേണ്ടത്, നമുക്ക് നല്ല റാങ്ക് കിട്ടിയിട്ടുണ്ടോ, ആ റാങ്ക് പ്രകാരം നമുക്ക് നല്ലൊരു കോളേജിൽ പോയി നല്ല പ്ലേസ്മെന്റ് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് നല്ല റാങ്ക് അല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു കോളേജ് കിട്ടും എന്നത് നോക്കിയിട്ട് ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലായിരിക്കും എല്ലാവരും ഉണ്ടാവുക. അപ്പോൾ മക്കളെ നമുക്കറിയാം നമ്മളെ ഓൾ ഓവർ നമുക്ക് കേരളയിലുള്ള നമുക്ക് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഉണ്ട്, അതുപോലെ തന്നെ കോഴ്സ് ഷെയറിംഗ് ചെയ്യുന്നതും എയ്ഡഡ് ആയിട്ടുള്ള കോളേജുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഓരോ ബ്രാഞ്ചുകൾ എടുത്തുകൊണ്ട് ഓരോ ബ്രാഞ്ചുകൾ നോക്കി നമുക്കറിയാം ഇപ്പോൾ ഉള്ള ലെറ്റിന്റെ ഒരു എക്സാമിന്റെ പാറ്റേൺ അനുസരിച്ചുകൊണ്ട് നമുക്ക് ഏത് ബ്രാഞ്ചിലുള്ള ആൾക്കാർക്കും ഏത് ബ്രാഞ്ചിൽ വേണമെങ്കിലും ബിടെക് എടുക്കാൻ പറ്റും. ഓൾറെഡി നമ്മൾ ഡിപ്ലോമ ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഡിപ്ലോമ അക്വയർ ചെയ്തതിനു ശേഷം ഏത് ബ്രാഞ്ചിലേക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ട്രാൻസ്ഫർ ആകാൻ പറ്റും എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇലക്ട്രിക്കൽ പഠിച്ച ആൾക്ക് മെക്കാനിക്കൽ എടുക്കാം, സിവിൽ പഠിച്ച ആൾക്ക് മെക്കാനിക്കൽ എടുക്കാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാൻ ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ ഇനി ആ രീതിയിൽ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് ആ രീതി തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളെ ഓൾ ഓവർ കേരളയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കൺവെൻഷനൽ ആയിട്ട് വരുന്ന 4 ബ്രാഞ്ചുകളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ 4 ബ്രാഞ്ചുകളിൽ ഏതൊക്കെ കോളേജുകളിലാണ് നമുക്ക് ആ സീറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് കോളേജിന്റെ ഒരു ടൈപ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒന്ന് ഗവൺമെന്റ് പക്ക ഫുള്ളി ഗവൺമെന്റ് ആയിട്ടുള്ള സീറ്റുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ എയ്ഡഡ് ആയിട്ടുള്ള സീറ്റുകൾ നമുക്ക് ഗവൺമെന്റ് ഫീസോട് കൂടി പഠിക്കാനായിട്ട് സാധിക്കും. പിന്നെ കോഴ്സ് ഷെയറിംഗ് ചെയ്യുന്ന രീതിയിലുള്ള നമുക്കറിയാം കോഴ്സ് ഷെയറിംഗ് ചെയ്യുന്ന രീതിയിലുള്ള കോളേജുകൾ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് പ്രൈവറ്റ് കോളേജുകളുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കോളേജുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഏത് കോളേജിലാണ് പഠിക്കേണ്ടത് എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ആ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒന്ന്, നിങ്ങളത് കൃത്യമായിട്ട് അവിടെ പ്ലേസ്മെന്റ് ഉണ്ടോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് KTU നമുക്ക് എല്ലാ കോളേജുകളും തന്നെ KTUവിന്റെ അണ്ടറിൽ വരുന്ന കോളേജാണ്. അപ്പോൾ നമുക്ക് ആ ഒരു നല്ല റിസൾട്ട് തരുന്ന കോളേജുകളാണ് എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് പിന്നീട് നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ ബ്രാഞ്ച് ചേഞ്ച് ആകുന്നുണ്ടെങ്കിൽ ചേഞ്ച് ആകുന്ന ബ്രാഞ്ച് നമുക്കിപ്പം റെലവൻസ് എത്രത്തോളം ഉള്ള ബ്രാഞ്ചാണ് അതെല്ലാം നമ്മൾ ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് തന്നെ അതിലുപരി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്കത് പഠിച്ചെടുക്കാൻ പറ്റുമോ. ഓൾറെഡി നമ്മൾ ഡിപ്ലോമ പഠിച്ചപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും എങ്ങനെയൊക്കെയായിരുന്നു പഠിച്ചതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ
അപ്പോൾ സെൽഫായിട്ട് ഒന്ന് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഇനി ബിടെക്കിന് പോകുമ്പോൾ ഈ ഒരു ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രാഞ്ച് ചേഞ്ച് ആകുന്ന സമയത്ത് എനിക്കത് കൃത്യമായിട്ട് അക്വയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ സ്വന്തമായി ചിന്തിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്ന, നമുക്കറിയാം ഓൾ ഓവർ കേരളയിൽ വരുന്നതിൽ ഏതൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിലാണ് സീറ്റുകൾ ബാക്കി അവിടെ ഉള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത് നമുക്കറിയാം എല്ലാവരും നോക്കി കാണുന്നത്, നമുക്കറിയാം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം CET എന്ന് പറയുന്ന കോളേജ് തന്നെയാണ്. അവിടെ കോളേജിൽ പോയി കഴിഞ്ഞാൽ നോക്കി സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് നോക്കി കഴിഞ്ഞാൽ 13 സീറ്റാണ് അവിടെ വേക്കൻ്റ് ആയിട്ട് വരുന്നത്. ഓൾ ഓവർ നോക്കി 13 സീറ്റാണ് വേക്കൻ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നാൽ നമുക്ക് 6 സീറ്റേ ഉള്ളൂ. അതുപോലെ തന്നെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നാൽ 12 സീറ്റ്. അതുപോലെ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് GC കണ്ണൂർ 6 സീറ്റ്. ബാട്ടൺ ഹിൽ കോളേജ് തിരുവനന്തപുരം അത് 8 സീറ്റ് ഉണ്ടാകും. ദെൻ പാലക്കാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ 7 സീറ്റ്. ഇവിടെ എല്ലാം നമ്മൾ പഠിക്കുന്ന ഫീസ് എന്ന് പറയുന്നത് വെറും 6300 രൂപ മാത്രമാണ് പെർ ഇയറിലെ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് നോക്കി RIT കോട്ടയത്തിൽ 7 സീറ്റും മാർ അത്തനീസ് കോളേജ് എന്ന് പറയുന്നത് എയ്ഡഡ് കോളേജാണ്. അവിടെ നമുക്ക് ഗവൺമെന്റ് സീറ്റ് വരുന്നത് 10 സീറ്റുകളാണ് ബാക്കിയുള്ളത്. അതുപോലെ NSS കോളേജിൽ 11 സീറ്റ്. ദെൻ നമുക്ക് എയ്ഡഡ് കോളേജായിട്ട് വരുന്ന TKM കൊല്ലത്ത് വരുന്നത് 10 സീറ്റുമാണ്. ഈ പറഞ്ഞ സീറ്റുകളെല്ലാം 6300 രൂപ നോക്കി 6300 രൂപയ്ക്കും ട്യൂഷൻ ഫീസായിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ അതോടൊപ്പം നമുക്ക് ടോട്ടൽ നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് നമുക്ക് ഓൾ ഓവർ കേരളയിൽ നമുക്ക് ഗവൺമെന്റ് സീറ്റിൽ അതായത് 6300 രൂപയുടെ സീറ്റുകൾ വേക്കൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ടോട്ടൽ 90 സീറ്റുകളാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കും. ഈ 90 സീറ്റുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ റിസർവേഷൻ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അതിന് കൃത്യമായി പോകുന്നത്. അപ്പം നമ്പർ റാങ്ക് 90 കിട്ടിയ ഒരാൾക്ക് ആ രീതിയിൽ കിട്ടുമോ എന്നുള്ള കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറേ കാര്യങ്ങൾ അവിടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. അത് നമ്മൾ മുന്നിലുള്ള ആൾക്കാർ എടുക്കുന്ന ബ്രാഞ്ചുകൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതേപോലെ തന്നെ റിസർവേഷൻ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ ആ രീതിയിലുള്ള റിസർവേഷൻ അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും അവിടെ കൃത്യമായിട്ടുള്ള അലോട്ട്മെന്റ് വരുന്നുണ്ടാവുക. അപ്പോൾ നോക്കി ഇത്രയാണ് നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് നമുക്ക് ഓൾ ഓവർ കേരളയിൽ ഉള്ളത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വന്നു കഴിഞ്ഞാൽ അതോടൊപ്പം നോക്കി സിവിൽ എഞ്ചിനീയറിംഗ് തന്നെ നമുക്ക് അവിടെ കോസ്റ്റ് ഷെയറിംഗ് ചെയ്യുന്ന കോളേജുകളുണ്ട്. ആ കോസ്റ്റ് ഷെയറിംഗ് ചെയ്യുന്ന കോളേജുകളുടെ ഫീസ് പറയുന്നത് 40,000 ആണ്. 40,000 രൂപയാണ് നമുക്ക് പെർ ഇയറിലെ ട്യൂഷൻ ഫീസായിട്ട് വരുന്നുണ്ടാവുക. അതിന്റെ സീറ്റുകളുടെ എണ്ണം കൃത്യമായിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് നോക്കി മാനേജ്മെന്റ് സീറ്റായിട്ട് പുന്നപ്ര വരുന്ന കോളേജിൽ നമുക്ക് 50 സീറ്റോളമാണ് ബാക്കിയുള്ളത്. 59 സീറ്റ് ആറന്മുല കോളേജിലുണ്ട്. അതേപോലെ 46, 41, 55 അങ്ങനെ കുറേ സീറ്റുകൾ നമുക്ക് കൃത്യമായി തന്നെ അതിന്റെ ലിസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആയിട്ട് രീതിയിലുള്ള ഏതാണോ കോളേജ് വേണ്ടത് ആ കോളേജിന്റെ ഫെസിലിറ്റീസ് നോക്കി ആ കോളേജിന്റെ പ്ലേസ്മെന്റ് നോക്കിയിട്ട് വേണം നിങ്ങളത് അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി നോക്കേണ്ടത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് ഏറ്റവും ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ട്രിവാൻഡ്രം തന്നെയാണ്. ട്രിവാൻഡ്രത്തെ CET എന്ന് പറയുന്ന ക്യാമ്പസിൽ അവിടെ ടോട്ടൽ 12 സീറ്റാണ് നമുക്ക് വേക്കൻ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ കോഴിക്കോടിലേക്ക് വന്നാൽ 6 സീറ്റ്. ദെൻ GC തൃശ്ശൂരിൽ 12 ഉണ്ട്, കണ്ണൂരിൽ 6 ഉണ്ട്, ബാട്ടൺ ഹില്ലിൽ 7 ഉണ്ട്. ദെൻ ഇടുക്കിയിൽ 16 സീറ്റാണ് വേക്കൻ്റ് ആയിട്ട് നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനുള്ളത്. ദെൻ അത് 7 സീറ്റാണ് നമുക്ക് പാലക്കാടിൽ കാണാൻ സാധിക്കുക. അത് വയനാട് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വന്നാൽ 7 സീറ്റാണ് വേക്കൻ്റ് ആയിട്ട് വരുന്നത്. ദെൻ അതുപോലെ തന്നെ RIT 7 സീറ്റ് നോക്കി ബാലൻസ് ഉണ്ട്, വേക്കൻ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ മാർ അത്തനീസ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വന്നാൽ 10 സീറ്റാണ് അവിടെ വേക്കൻ്റ് ആയിട്ട് നമുക്ക് എയ്ഡഡ് കോളേജിലുള്ളത്. അതായത് 6300 രൂപ തന്നെയാണ് അവിടുത്തെ ഫീസ് വരുന്നുണ്ടാവുക. ദെൻ 10 സീറ്റ് നമുക്ക് NSS കോളേജ് പാലക്കാട് കാണാം. അതുപോലെ 15 സീറ്റ് വേക്കൻ്റ് ആയിട്ട് നമുക്ക് TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലും കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിന് അഡീഷണൽ ആയിട്ട് നമുക്ക് CET പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഏതൊരു സീറ്റും കൂടെ ഏതൊരു ഇതുകൂടെ ഉണ്ടാവും. നോക്കി ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് കൂടെ നമുക്ക് അവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോലെ തന്നെയുള്ള ഒരു ബ്രാഞ്ച് തന്നെയാണ്. അപ്പോൾ ആ രീതിയിലുള്ള കോളേജുകളൊക്കെ അവിടെ നോക്കി ആ ബ്രാഞ്ചുകളൊക്കെ അവിടെയൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പക്ക ഫുള്ളി നമുക്ക് മെക്കാനിക്കൽ കോർ കോഴ്സ് ആയിട്ട് വരുന്നത് ഇത്രയും സീറ്റുകളാണ്. ഇത് നമുക്ക് ടോട്ടൽ 6300 അതായത് ഗവൺമെന്റ് സീറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ വേക്കൻ്റ് ആയിട്ട് വരുന്ന സീറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഒരു 115 സീറ്റാണ് ഇതിൽ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ 115 സീറ്റ് നമുക്ക് അവിടെ മുന്നിലുണ്ട്, ഗവൺമെന്റ് സീറ്റുകൾ മുന്നിലുണ്ട്. അത് ഫുള്ളി ഗവൺമെന്റ് ആയിട്ട് തന്നെ മെക്കാനിക്കൽ കോർ കോഴ്സ് ആയിട്ട് വരുന്ന സീറ്റുകൾ തന്നെയാണ്. ഇത്രയും വേക്കൻറ്റ് സീറ്റുകൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഓർഡർ മനസ്സിലാക്കിയിട്ട് മെക്കാനിക്കൽ എടുക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ, ഫീസ് ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഇത്രയും കോളേജുകൾ ലിസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കണം നിങ്ങൾ അടുത്തത് നോക്കിയേ അവിടെ കോസ്റ്റ് ഷെയറിംഗ് ചെയ്യുന്ന രീതിയിലുള്ള കോളേജുകൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം മാത്രമായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എന്ത് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് നമുക്ക് അവിടെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഈ ഒരു ഓർഡർ തന്നെ ഫിനാൻഷ്യൽ ആണ് നിങ്ങൾ ക്രൈറ്റീരിയ വെക്കുന്നെങ്കിൽ, ഇനി ആ ക്രൈറ്റീരിയ വേണമെങ്കിൽ നമുക്ക് വീടിന് തൊട്ടടുത്തുള്ള കോളേജ് വേണമെങ്കിൽ നമുക്ക് ആ ക്രൈറ്റീരിയ വെക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിന്റെ ഗവൺമെന്റ് സീറ്റിന്റെ ഇടയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, തൊട്ടടുത്ത് കോസ്റ്റ് ഷെയറിംഗ് വരുന്ന കോളേജുകൾ ഉണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത് ആ രീതിയിൽ ക്രൈറ്റീരിയ എന്താണെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നോക്കി അതുപോലെ തന്നെ നമുക്ക് ഇനി ഓരോ കോളേജുകളിലും നമുക്ക് കോസ്റ്റ് ഷെയർ ചെയ്യുന്ന സീറ്റുകൾ ഇവിടെ വേക്കൻ്റ് ആയിട്ട് തന്നിട്ടുള്ളത് കൃത്യമായി തന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇനി
ഇനി നോക്കേണ്ടത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ ട്രിവാൻഡ്രത്ത് നമുക്ക് ടോട്ടൽ 6 സീറ്റാണ് വേക്കൻ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് നമുക്ക് ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോർ കോഴ്സ് അവിടെയുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന കോഴ്സിൽ നമുക്ക് 12 സീറ്റ് വേക്കൻ്റ് ആണ്. തൃശ്ശൂരിൽ 13 ആണ്, കണ്ണൂരിൽ 6 ആണ്, ബാട്ടർ ഹില്ലിൽ 7 ഉണ്ടാവും. ദെൻ 17 സീറ്റാണ് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലുള്ളത്. 8 സീറ്റ് നമുക്ക് പാലക്കാട് ഉണ്ട്. ദെൻ അവിടെ വയനാട് എഞ്ചിനീയറിംഗ് കോളേജിൽ പോയാൽ നോക്കിയാൽ 11 സീറ്റ് വേക്കൻ്റ് ആണ്. ദെൻ കോട്ടയത്ത് 6 സീറ്റ് ഉണ്ട്. ദെൻ നമുക്ക് മാറത്ത് അത്തനേഷ്യസ് കോളേജിൽ നമുക്ക് 10 സീറ്റ്, അത് എയ്ഡഡ് സീറ്റ് ആണ്. ദെൻ വരുന്നത് നമുക്ക് NSSൽ 10 സീറ്റ് ഉണ്ടാവും. TKMൽ 5 സീറ്റ് ഉണ്ട്. TKM കോളേജ് എഞ്ചിനീയറിംഗ് തന്നെ നമുക്ക് അവിടെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടറിലാണ് 5 സീറ്റ് ഉള്ളത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ നമുക്ക് 10 സീറ്റ് വേക്കൻ്റ് ആണ്. അങ്ങനെ ഓൾ ഓവർ നമുക്ക് ഒരു 121 സീറ്റാണ് അവിടെ അവൈലബിൾ ആയിട്ട് വരുന്നത്. 121 സീറ്റുകളാണ് അവിടെ അവൈലബിൾ ആയിട്ട് നമുക്ക് ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിന് ഉണ്ടാകുന്നുണ്ടാവുക. അപ്പോൾ ഇലക്ട്രിക്കൽ എടുക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് ഉണ്ടാകുക. അതേപോലെ തന്നെ കോസ്റ്റ് ഷെയറിംഗ് ചെയ്യുന്ന കോളേജുകളുടെ ലിസ്റ്റ് എത്രത്തോളം വേക്കൻ്റ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇനി നോക്കേണ്ടത് നമുക്ക് ഇലക്ട്രോണിക്സ്, നമുക്ക് അടുത്ത കൺവെൻഷൻ ബ്രാഞ്ച് വരുന്ന ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക്സിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഗവൺമെന്റ് സീറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ CET ട്രിവാൻഡ്രത്ത് നമുക്ക് 6 സീറ്റുകൾ ബാക്കിയുണ്ട്. അതുപോലെ തന്നെ CETയിൽ നമുക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ദാറ്റ് മീൻസ് അവിടെ നമുക്ക് ഇലക്ട്രോണിക്സിന്റെ അലൈഡ് ബ്രാഞ്ചുകൾ കുറേ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഏതൊക്കെയാണെന്നുള്ള കാര്യം നോക്കിയിട്ട് നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാം. ദെൻ 12 സീറ്റാണ് നമുക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ CETയിലുള്ളത്. അതുപോലെ തന്നെ നോക്കി കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജ് നമുക്കുള്ളത് 6 സീറ്റാണ്. കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജ് തന്നെ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ 6 സീറ്റ് ബാക്കിയുണ്ട്. ഗവൺമെന്റ് തൃശ്ശൂരുള്ളത് നോക്കി 12 സീറ്റാണ് കമ്മ്യൂണിക്കേഷനുള്ളത്. അതുപോലെ തന്നെ കണ്ണൂരിൽ 9 സീറ്റ്, ബാട്ടൺ ഹില്ലിൽ 7 സീറ്റ് ഉണ്ടാകും. ദെൻ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ പോയാൽ 7 സീറ്റാണുള്ളത്. പാലക്കാട് 8 സീറ്റ് ഉണ്ട്. വയനാട് 12 സീറ്റ് ഉണ്ട്. കോട്ടയത്ത് 8 സീറ്റ്. ദെൻ മാറത്തനേശ്വരത്തിൽ 10 സീറ്റ്. NSS കോളേജിൽ 10 സീറ്റ്. TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ 10 സീറ്റ്. ഇങ്ങനെയാണ് നമുക്കതിന്റെ ഓൾ ടോട്ടൽ ആയിട്ട് വരുന്ന വേക്കൻസി ലിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കോഴ്സ് ഷെയർ ചെയ്യുന്ന കോളേജുകൾ അവിടെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ തൊട്ടടുത്തുള്ള കോളേജുകളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അല്ല നമുക്ക് ഗവൺമെന്റ് സീറ്റ് തന്നെയാണ് വേണ്ടതുള്ളതെങ്കിൽ ആ രീതിയിൽ തന്നെ നിങ്ങൾ നോക്കാം. അപ്പോൾ 6300 രൂപ മാത്രമാണ് അവിടെ ട്യൂഷൻ ഫീസായിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ അത്രയും ഫീസിന്റെ ആ ഫിനാൻഷ്യൽ കാര്യങ്ങൾ അത്രത്തോളം നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷൻസ് കൊടുക്കുക. അപ്പോൾ ഓപ്ഷൻസ് ഒന്ന് കൊടുത്തു, അത് കൊടുക്കുന്നത് എങ്ങനെയാണോ ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ 24-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്ന ചെറിയ ചെറിയ പ്രോസസ്സുകൾ മാത്രമേ ഉള്ളൂ. അത്രയും ലഘൂകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ LBS ഇത്തവണ കൃത്യമായി തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒക്കെ തന്നിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ നല്ല വളരെ വൃത്തിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാം. റീഅറേഞ്ച് ചെയ്യുന്നതിന് മുന്നേ, നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒന്നും കൂടെ നോക്കിയിട്ട് ഉറപ്പ് വരുത്തുക. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അത് കിട്ടുന്ന രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കുക. ഫസ്റ്റ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ രീതി നിങ്ങൾ എവിടെയാണ് പഠിക്കുന്നത് നിങ്ങൾ തീരുമാനിക്കാൻ പറ്റുന്ന ഇതിന് ആ രീതിയിൽ തന്നെ നിങ്ങൾ അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ക്രൈറ്റീരിയ എന്താണ്, ഏത് രീതിയിലാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്, എന്താണ് നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് ഏത് കോളേജാണ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ബ്രാഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അതർ ബ്രാഞ്ചുകൾ ഇപ്പം നമ്മൾ കൺവെൻഷൻ ആയിട്ട് പഠിച്ചിട്ടുള്ള ബ്രാഞ്ചുകളിൽ നിന്ന് മാറി പഠിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ സിലബസ് നിങ്ങൾ എന്ത് ചെയ്യുക, KTയുടെ വെബ്സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്തിട്ട് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഇനി അങ്ങോട്ടേക്ക് പഠിക്കാനുള്ളത്. 8 സെമ്മോളമാണ് പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ 3 തൊട്ട് 8 സെമ്മ് വരെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ത്രൂ ഔട്ട് ദ സിലബസ് ഏതൊക്കെയാണ്, ഏതൊക്കെ സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് അവിടെ പഠിക്കാനുള്ളത് എന്നെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങളുടെ ബ്രാഞ്ച് ചേഞ്ച് ചെയ്യാനായിട്ട്. അല്ല ഒരു നിമിഷം നമ്മൾ വെറുതെ ബ്രാഞ്ച് ചെയ്യാൻ ഒരു താല്പര്യത്തോടെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പറ്റുമോ എന്നുള്ളത് സെൽഫായിട്ട് തീരുമാനിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, ബ്രാഞ്ച് ചെയ്യുന്ന ആൾക്കാർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷൻസ് ഒക്കെ രജിസ്റ്റർ ചെയ്ത് കാര്യങ്ങൾ സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ബ്രാഞ്ചുകളും ഏതൊക്കെയാണ് ബ്രാഞ്ചുകൾ എവിടെയൊക്കെയാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ കോളേജിൽ ഏതൊക്കെയാണ് വേക്കൻസി വരുന്നതൊക്കെ മനസ്സിലാക്കാൻ എന്ത് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഓൾറെഡി നമുക്ക് ഉണ്ട് അല്ലേ. നമുക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ആ ചാനലിന്റെ ലിങ്ക് നമ്മളെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ എല്ലാവരും അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആ കമന്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എത്രയാണ്, ഏതൊക്കെ സീറ്റുകളാണ്, എവിടെയൊക്കെയാണ് വേക്കൻ്റ് ആയിട്ടുള്ളതിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് PDF ആയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെക്കുക, കാര്യങ്ങൾ സെറ്റാക്കി വെക്കുക. അപ്പോൾ എല്ലാവരും നോക്കി ആ രീതിയിൽ തന്നെ നിങ്ങൾ ആ ഒരു ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ തന്നെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള കോളേജുകൾ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.